എൻ്റെ പേര് ഷേർലി തോമസ്. ഞാൻ എറണാകുളം ജില്ലയിൽ നായരമ്പലത്ത് സാഞ്ചൗരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയണത്. മോന് 7 വയസ്സ് മുതലുള്ളതാണ് അലർജി രോഗം, തുമ്മലും ജലദോഷവും. ഇപ്പം അവന് എത്ര വയസ്സായി? അവന് 31 വയസ്സായി. 7 വയസ്സ് മുതൽ തുടങ്ങിയതാണ് അലർജി തുമ്മൽ കേട്ടോ. അന്ന് തുടങ്ങി മരുന്ന് പല മരുന്നുകൾ കൊടുത്തു, പല ട്രീറ്റ്മെന്റ് ചെയ്ത് ധ്യാനാന്തരത്തിലൊക്കെ കൊണ്ടുപോയി, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒന്നും മാറിയില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ നേർന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ അസുഖം മാറ്റി തന്ന ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാണ്. ഇപ്പം 5 മാസമായിട്ട് പാലക്കാടായിരുന്നു ജോലി, അപ്പം അവിടെ വെച്ച് മാറി. അമ്മ എനിക്കിപ്പോൾ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. നല്ലൊരു കൈയോടെ എടുത്ത് 5 മാസമായിട്ട് ഇപ്പം ആ രോഗമില്ല. അമ്മ കയറി സാക്ഷ്യം പറയാണ് കേട്ടോ. ഈ മണ്ണിൽ കാലുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും പ്രാർത്ഥന ചെല്ലാറുണ്ട്? അത്ഭുതമാലയും കാണാറുണ്ട്? അത്ഭുതമാല ഇന്നേ വരെ മുടക്കിയിട്ടില്ല കേട്ടോ. അത്ഭുതമാലയിലൂടെയാണ് സൗഖ്യം കിട്ടിയിരുന്നത് കേട്ടോ. കണ്ടോ, മനസ്സിലായോ? മകൻ 7 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഈ രോഗം, എത്രയോ മരുന്നുകൾ, ഇപ്പോഴും മരുന്നുകളാണ്. അപ്പോഴാണ് അമ്മ പ്രാർത്ഥിക്കുക, ഇത് മാറി കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന്. ഉണ്ടോ? ഇത് പരിപൂർണ്ണ സൗഖ്യം അത്ഭുതമാലയിലൂടെ ഇവിടെ വന്ന് കർത്താവ് കൊടുക്കുകയാണ്. സാക്ഷ്യം പറയാൻ വൈകി, ഞാനിത് പറയാനായിട്ട് വൈകി. മോനിത് പറഞ്ഞിട്ട് അപ്പം അവന് ചെറുതായിട്ട് വന്ന്, അപ്പം അമ്മ പറഞ്ഞു എനിക്കിപ്പോൾ ചെറുതായിട്ട് വന്നു. അതാണ് ഞാൻ വേഗം സാക്ഷ്യം പറയാം. പിന്നെ എൻ്റെ സാക്ഷ്യം, എൻ്റെ വായിൽ തൊലി പോയിട്ട് എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റണ്ടായില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റണ്ടായില്ല. ഞാനിവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇപ്പം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പം ഒരു കുഴപ്പവുമില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നന്ദി പറയുന്നു കേട്ടോ. നമ്മളൊരു ഒരുപാട് സാക്ഷ്യങ്ങൾ വേണമെങ്കിൽ ഒരു ശുശ്രൂഷ തന്നെ അതിൻ്റെ വേണമെങ്കിൽ വയ്ക്കാം. അതായത് നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ സാക്ഷ്യപ്പെടുത്താൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ വീണ്ടും അതേ രോഗം തന്നെ വരുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ അതേ അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ പലരും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്.